ഇന്ന് കർക്കിടകം 1-ാം ദിവസം ആരംഭിക്കുന്നു. സർവ ദുഃഖശമനം, സർവരോഗശമനം, സർവസമ്പൽ സമൃദ്ധം, ഇതൊക്കെയാണ് രാമായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർക്കിടക മാസത്തിൽ പൊതുവെ ദുർഘടം പിടിച്ച ഒരു മാസമായിട്ട് പണ്ടുള്ള ആളുകൾ കരുതി പോകുന്നു. അന്ന് അഹോരാത്രം മഴ പെയ്യുന്നു, ജനങ്ങൾക്ക് ജോലിയുണ്ടാവില്ല, ദാരിദ്ര്യം അനുഭവിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ ദുരിതങ്ങളിൽ നിന്ന് ശാന്തി നേടാനായി പൂർവികന്മാർ കർക്കിടക മാസം മുഴുവനും രാമായണം വായിക്കണം എന്ന് നിഷ്കർഷിച്ചു. രാമായണം കർക്കിടക മാത്രമല്ല വായിക്കേണ്ടത്, എല്ലാ ദിവസവും വായിക്കേണ്ടതാണ്. എങ്കിൽ പോലും ഈ ദുർഘടം പിടിച്ച ഈ സമയത്ത് ഈ രാമായണം വായിക്കുന്നത് അതിശ്രേഷ്ഠമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. ഇപ്പോൾ രോഗാദി ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റവും പ്രയോജനപ്രദമാണ് ഈ രാമായണ ശ്രവണം. വായിക്കുക, കേൾക്കുക. ശ്രവണം, മനനം, കീർത്തനം. ശ്രവിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, അത് മനസ്സിലിട്ട് ഉറപ്പിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ശ്രവണ മനന കീർത്തനാദികളെ കൊണ്ട് ശ്രീരാമചന്ദ്രനെ സേവിക്കുവാനായി ആചാര്യന്മാർ ഉപദേശിക്കുന്നു. മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമനെ പോലെ ഒരു പുത്രൻ ഉണ്ടാവണം എന്ന് അച്ഛനമ്മമാർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പുത്രനുണ്ടാവും. ശ്രീരാമചന്ദ്രൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ദശരഥൻ്റെ സമീപത്ത് കിടന്നാണ് ഉറങ്ങിയിരുന്നത്. അദ്ദേഹം ശ്രീരാമചന്ദ്രൻ കാലുകൾ മടക്കി വയ്ക്കുമായിരുന്നു. കാലുകൾ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ അത് പിതൃ കോപത്തിന് ഇടയാവും എന്നുള്ള ആ ഉദ്ദേശത്തിൽ ശ്രീരാമചന്ദ്രൻ കാലുകൾ മടക്കി വെച്ച് കിടന്നുമായിരുന്നു. അത്രമാത്രം പിതൃഭക്തിയുള്ള ആളായിരുന്നു ശ്രീരാമചന്ദ്രൻ. അപ്പോൾ ആ ശ്രീരാമചന്ദ്രനെ പോലെ ഒരു പുത്രനുണ്ടാവാൻ അച്ഛനമ്മമാർ ആഗ്രഹിക്കുകയും അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യണമെന്നാണ്. അല്ലാതെ ദുഷ്ടപുത്രന്മാരുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ അച്ഛനമ്മമാരുടെ ജീവിതം വൃഥാവിലായി. ഒരു പുത്രനുണ്ടാവുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രനെ പോലെ ഉത്തമ പുത്രനായിട്ട് ജനിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതിന് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഈശ്വര ആരാധന ചെയ്താൽ മാത്രമേ സൽപുത്ര ഭാഗ്യം ഉണ്ടാവൂ. അതാണ് രാമായണത്തിന് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ദിവസവും രാമായണം വായിച്ചു കഴിഞ്ഞാൽ മനസ്സ് സംശുദ്ധമാകുന്നു, മറ്റുള്ള ദുഷ്ടവികാര വിചാരങ്ങൾ ഇല്ലാതെയാകുന്നു. ആ ശ്രീരാമൻ്റെ കഥയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അച്ഛനോട് മക്കൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഭാര്യാഭർത്താക്കന്മാർ എങ്ങനെ പെരുമാറണം, പുത്രന്മാർ എങ്ങനെ ജീവിക്കണം, സുഹൃത്തുക്കൾ തമ്മിൽ എങ്ങനെ ജീവിതം നയിക്കണം, ഭാര്യാഭർത്താക്കന്മാരെങ്ങനെ ജീവിക്കണം, ഇതൊക്കെ നമ്മുടെ രാമായണത്തിൽ പറയുന്നു. അപ്പോൾ ഈ രാമായണം കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതാണ് ജീവിതത്തിൽ. ഇന്ന് അതില്ലാത്തതുകൊണ്ടാണ് വളർന്നു വരുന്ന ഇന്നത്തെ തലമുറ കള്ളന്മാരായിട്ടും കൊലപാതകളായിട്ടും വാടക ഗുണ്ടകളായിട്ടും മയക്കുമരുന്ന് അടിമപ്പെട്ടൊക്കെ ജീവിക്കുന്നു. അപ്പം ഇങ്ങനെ ചെറുപ്പത്തിലെ ആ ചിട്ടയോടുള്ള ജീവിതം നയിക്കുന്നവർക്ക് ഒരിക്കലും ദുഷ്ടപുത്രന്മാരുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ശിഷ്ടപുത്രന്മാർ, അതായത് ഉത്തമ പുത്രന്മാരുണ്ടാവണമെങ്കിൽ രാമായണ ശ്രവണം കൃത്യമായിട്ട് നടത്തണം എന്ന് പറയപ്പെടും. അപ്പോൾ രാമായണം ഈ ഒരു മാസമെങ്കിലും കൃത്യമായിട്ട് വായിക്കുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് എന്തെന്നില്ലാത്തൊരു അനുഭൂതി അനുഭവിക്കാൻ സാധിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാമായണം ആരംഭിക്കുന്നത്. രാമായണം ഇന്ന് മുതൽ ആരംഭിക്കുന്നു. ആദ്യമായിട്ട് ബാലകാണ്ഡം 1-ാം അധ്യായം ആരംഭിക്കുകയാണ്. ഉമാമഹേശ്വര സംവാദമായിട്ട് രാമായണം ആരംഭിക്കുന്നു. അതിനൊരു കഥ, ചെറിയൊരു കഥ പറയുന്നുണ്ട്. അതായത് ഒരിക്കൽ മഹാദേവൻ കൈലാസത്ത് വന്നു കഴിഞ്ഞപ്പോൾ പാർവതീദേവി വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഭഗവാൻ ഭക്ഷണം തരാനായിട്ട് കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പാർവതീദേവി പറഞ്ഞു, ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് അങ്ങേക്ക് ഭക്ഷണം തരാം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ മതി, രാമ എന്ന് 2 അക്ഷരം പറഞ്ഞാൽ 1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് എന്ന് ഉപദേശിച്ചു. അപ്പോഴാണ് പാർവതി ചോദിക്കുന്നുണ്ട്, ആ രാമൻ്റെ ആ മഹാത്മ്യം, രാമൻ്റെ കഥകൾ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചവളാണ് മഹാദേവൻ പാർവതിക്ക് രാമായണം കഥ പറഞ്ഞു കൊടുക്കുന്നത്.
അതാണ് ഉമാ മഹേശ്വര സംവാദമായിട്ട് ഭക്തജനങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോമേ, വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം. സർവത്രകാരിണി സരസ്വതീ ദേവി വന്നൻ നാവിൽ കളിക്ക കുമുദേഷു നിലാവു പോലെ. അറിവിന്നുറവായി ഉലകം നിറയും അനുപമ ജ്യോതിസേ, അടിയനു നിത്യം കരുണ ലഭിപ്പാൻ കടലിണ കൂപ്പുന്നേൻ. തെറ്റുകളേറും കർമാദ്വാവുകൾ താണ്ടിത്തളരുമ്പോൾ തെറ്റാതെന്നും നിന്നെ തേടാൻ ആശിസരുളേണം. അന്ധതമസ്സിൽ പെട്ടുഴലുന്നോരെന്നുട ഹൃദയത്തിൽ ബന്ധുര കാഞ്ചന നെയ്ത്തിരിയായി നീ നിന്നു വിളങ്ങേണം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മജ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതലാനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേൻ. വാണിടുക നാരദമെന്നുടെ നാവു തന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യണാഗാനനെ. യഥാ കാനനേ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ. ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതൻ മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമക്കയാൽ. നാൻമറ നേരായ രാമായണം ചമക്കയാൽ. നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്നിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും
കാമനാശനനുമാ വല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്നിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തവ ശരപാദികൾ ദാതിശങ്കര വിഷ്ണു പ്രഭുകന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാം ആദ്യനായുള്ളൊരു ഞാൻ. വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്ന് ആവോളം തുണക്കേണം. സുരസംഗതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിർതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സ്വരവാഹിനീപതി പ്രമദ ഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി കേടാനാം പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ. സുഖമേ ഞാൻ അനിശം വന്നിക്കുന്നേൻ. അഗ്രജൻ മമ സദം വിദുഷാമഗ്നേശ്വരൻ മൽഗുരുനാഥൻ അനേകാം ദേവാസികളോടും ഉൾക്കൊരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും. മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരിചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക ഔവണ്ണമെൻ നാവിന്മേലേവം ചൊൽവാൻ. നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നു തോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപമത്യന്തം രഹസ്യമിതധ്യാത്മജ്ഞാനമായണം. മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും. മർത്യജന്മങ്ങൾക്കെല്ലാം അധ്യയനം ചെയ്തിടും. മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും. അസന്നിഗ്ധമീ ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ. ചൊല്ലിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായ ഒരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം. ദുഗ്ധാബ്ധി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ
യോഗനിദ്ര ചെയ്തിടും നാരായണൻ. രാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ രാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. കൈലാസചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോകിതം നിജഭർത്താരം വിശ്വേശ്വരം വന്നിച്ചു വാദോത്സംഗേ വാഴുന്നു ഭഗവതി. വന്നിച്ചു വാമോത്തൽസംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവ ശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോട് ആകാംക്ഷ പരവശ ചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാംഖ്യയോഗ വേദാദികളും ക്ഷേത്രോപവാസബലം യാഗാദി കർമ്മബലം തീർത്ഥസ്നാനാദിബലം ദാനധർമാദിബലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരാൽ ഏറ്റവും ഉണ്ടായി വന്നു. നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബദ്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാന്തുതേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗന്നാഥ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല. ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം അറികയാൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ചു. സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി
പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനനന്ദനാദിനാഥൻ ഒരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനജനവ്യയമാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം മാനസം മായാതമസംവൃതമാകമൂലം സീതാരാഘവമരുസൂനു സംവാദം മോക്ഷസാധനം ചൊൽവാൻ നാദേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യപുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയന്നാഥൻ മിത്രപുത്രാദികളും മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജാസൂതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാം ജഗശാവൃതമാം ചരിത്രവും കേട്ടാനന്ദിച്ചു നിർമ്മല മണിലസൽ കാഞ്ചന സിംഹാസനെ തൻ മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറു ഭക്ത്യാ വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസം പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളില് അഭേദമായുള്ളൊരു ശക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ഒന്നിലുമൊരു നേരം ആശയുമില്ലല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷമിവൻ ഏതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനിടോ ശ്രീരാമദേവൻ അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമോത്മാനം സദാനന്ദം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്ന് അറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നോട് തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നോട് പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു
തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നും? തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിലയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ പതിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായി അടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഭക്തിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും പുക്കു 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിൻ ആരംഭിച്ചാനതും മാതാവ് കൈകേയിയും മുടക്കിയതുമൂലം ഭ്രാതാവാകിയ സ്വമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്ക. വൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോടു ഉദകക്രിയാദികൾ ചെയ്തു ഭക്തനം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം ദുഃഖകാലത്തു വിരാതനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവനാമഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ. രക്ഷോനായകനുടെ സോദരി ശൂർപ്പണക ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണക പോയി രാവണനോടു ചൊന്നാൾ മായയാ പൊന്മാനായി വന്ന മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കവന്തൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടത്. മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടത് മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പുതൻ അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്രമാതൃമാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവും ദശാസ്യനെ പുത്രമിത്രമാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി
പുഷ്പകം കരയേറി. ദേവകളോടും അനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിനഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. യാചനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗദഭിരാമനാത്മജയനേകനാനന്ദാത്മകനാത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവതനൊരു വസ്തു ചെയ്കയിൽ ഒരു നാളും. നിർമ്മലൻ പരിണാമമകീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജന തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളവാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ. തേജോരൂപിണിയാകും എന്നുടെ മായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവനി പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമി ഒരു നാളും മൽഭക്തിഹീനന്മാരായി മേ വിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. പരമ ഉപദേശമില്ലതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു. രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപകരം ഹൃദിമാനസൗന്ദര്യം. സർവവേദാന്ത സംസാര സാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ട നാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ള അവയെന്നാകിലും ഒക്കവേ നശിച്ചപോം എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോട് എന്നതു സത്യമല്ലോ. ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ താൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തു ദേവി. മംഗളാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വരാദയാനിധേ പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ
സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോൽഗലിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചറു ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാ ശ്രീ നാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാ, കിംരണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാം. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രി കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി. ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാൾ ഏവം പുരാ. അധ്യാത്മരാമായണമെന്ന പേരിതിന്നിതം അധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. പങ്ക്തികന്ധരമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി. ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു. വേദനം ചെയ്യുക എന്നേ മറ്റൊരു കഴിവില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി. ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു. പത്മലോചനനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം. ചന്ദ്രിക മന്ദസ്മിത സുന്ദരാനന പൂർണ്ണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം. ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹര മന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം. വത്സലാഞ്ജന വത്സം പാദപങ്കജ ഭക്തവത്സരം സമസ്തലോകോത്സവം സൽസേവിതം. മേരു സന്നിവ കിരീടോദ്യൽ കുണ്ടലമുക്താകാരക്കേയൂരാംഗത കടക കടിസൂത്ര വലയാങ്കുലീയകാധ്യഖില വിഭൂഷണ കലിത കളേവരം കമലാമനോഹരം. കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുകഭവൻ
മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ, മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാരും സാക്ഷാൽ കാൺമതിനതു ഏതൊരു പാദാംബുജം, സാക്ഷാൽ കാൺമതിനരുതാതൊരു പാദാംബുജം, നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ, നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ, സത്യജ്ഞാനാനന്ദാനന്ദാമൃതദ്വയമേകം നിത്യവും നമോസ്തുതേ, കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ, സ്വാധ്യായ തപോദാന യജ്ഞാതി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും, മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടഴിഞ്ഞു മറ്റൊന്നുമാവതില്ല, നിന്തിരുവടിയുടെ ശ്രീപാദാംബുജത്വന്തമന്തികെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി, സംസാരാമയ പരിതപ്ത മാനസന്മാരാം പുംസാം തൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും, മരണമൂർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു. മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണമുണ്ടാവാനായി തരിക വരം നാഥ കരുണാകര പോറ്റി, ശരണം ദേവ രമാരമണ ധരാപദേ, പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ, പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ, പരചിന്മയ പരാപര പത്മാക്ഷ ജയ, വരദ നാരായണ വൈകുണ്ഠ ജയ ജയ, ചതുരാനനനിധി സ്തുതി ചെയ്തോരു നേരം മധുരതരമതിവിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ, എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാണാൻ ഇവിടേക്കു ഉഴറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുകെന്നതു കേട്ടു, സരസീരുകവനീ വണ്ണമുണർത്തിച്ചു. നെന്തുരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കിലുള്ളതു പോറ്റി, എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിതിക്കാലം നാഥ. പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ, മദ്ദത്തവരബലതർപ്പിതനായിട്ടതി നിർദ്ധയം നുടിക്കുന്നു വിശ്വത്തെയെല്ലാമയ്യോ. ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം, പാകശാസനനെയും സമരെ കൂട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു, ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ, മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ, നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിന് ഭക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരമതിനു മധുരിവോ ചെന്തളിരടിയണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ദത്തമായിതുവരം സുപ്രസന്നേനമയ തദ്വസത് സത്യം കർത്തൃമുദ്യോഗമദ്യൈവ മേ.
കശ്യപൻ ദശരഥനാത്മ രാജന്യേന്ദ്രനായി കാശ്യപീതലെ തിഷ്ടൃതന വിധാതാവേ തസ്യ വല്ലഭയാകൃ അതിഥി കൗസല്യയും തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരീം യോഗമായാദേവിയും ജനകാലത്തെ വന്നു. യോഗമായാദേവിയും ജനകാലയെ വന്നു. കീകസാത്മജകുലനാശകാരിണിയായി മേദിന തന്നിലായോ നിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരരായി പിറക്കേണം. മേദിനി ദേവിക്ക് അതിഭാരം കൊണ്ടുണ്ടായോരു വേദന തീർപ്പാനെന്നാൽ എന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി. ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. മാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസരാധീശാന്വയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം. വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി ദാസഭാവേന ഭൂമി മണ്ഡലേ പിറക്കേണം. മാനിയാം ദശാനന്ദ ഭൃത്യന്മാരും മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുദാന വീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ. കാനനഗിരി ഗുഹദ്വാരവ് വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായേതും വൈകിടാതെ സൂത്രാമാദികളോടും പത്മസംഭവൻ നിജ ഭർത്തൃശാസ്ത്രമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും പുക്കു സത്വരം ധരിത്രിയും അസ്തസന്താപമതിസ്വസ്ഥനായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോപലയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരാത്മാരായ അനാരദം. പർവ്വത വൃക്ഷോപലയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രത്യക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചുവാണാരല്ലോ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. 1-ാം ദിവസം സമാപിച്ചു.